ചില ഗുണങ്ങളുണ്ട്. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ ഈ വാദം വർദ്ധിച്ചിരിക്കുമ്പോൾ ദഹനം കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പൊറോട്ടയും ഫ്രൈഡ് റൈസും ബേക്കറി സാധനങ്ങളും ജങ്ക് ഫുഡും ഒക്കെ കഴിക്കാതിരിക്കുക. എളുപ്പം ദഹിക്കുന്ന നന്നായിട്ട് പാചകം ചെയ്ത ഹോംലി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കഞ്ഞിയോ ഗോതമ്പ് ദോശയോ ഇഡ്ഡലിയോ വെള്ളയപ്പം നൂലപ്പം ഇടിയപ്പം ഇത്തരം സംഗതികൾ, ഗോതമ്പ് കഞ്ഞി ഗോതമ്പ് ചോറ് ഇതൊക്കെ എളുപ്പം ദഹിക്കുന്നതാ. ഈ പൊറോട്ടയും ഫ്രൈഡ് റൈസ് അങ്ങനെ എണ്ണപ്പലഹാരങ്ങൾ ഉഴുന്നുവട മസാല ദോശ ഇത്തരം സംഗതികളൊക്കെ ഹെവിയാണ്, ദഹിക്കാൻ പ്രയാസമാണ്. വാദപ്രകൃതിക്കാർ ഇതൊക്കെ കഴിച്ചാൽ കൂടുതൽ ദഹനക്കേടും അതുവഴി മറ്റു ബുദ്ധിമുട്ടുകളും കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഈ രീതിയിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനുള്ളതാണ് കമന്റ് ബോക്സ്. അതുപോലെ തന്നെ വാദസംബന്ധമായ രോഗികൾ രാത്രിയിൽ ഒരു 8 മണിക്കൂറെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങണം. പകൽ ഉറങ്ങാനും പാടില്ല. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നീർക്കെട്ട് കൂടും. രാത്രിയിൽ ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഈ വാദം നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉറക്കം ശരിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് വാദം വർദ്ധിച്ചുണ്ടാകുന്ന ലക്ഷണങ്ങൾക്കൊക്കെ ശമനം ലഭിക്കാനും സാധ്യതയുണ്ട്. എണ്ണ തേച്ചുള്ള കുളി നിർബന്ധമാണ്. രാത്രിയിൽ